നമസ്കാരം. ഇന്നലെ നടന്ന ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ക്ലാസ് 5ൻ്റെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യങ്ങളും അവയിൽ 1 മാർക്കിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിക്കുന്നില്ല. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കാട്ടുപൊന്തകളിലേക്ക് പോകുമ്പോൾ നാം മനഃപൂർവ്വം മറക്കേണ്ടത് എന്തിനെ? ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള ശരീര സൗന്ദര്യത്തെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ക്വസ്റ്റ്യൻ, കാട്ടുപൊന്തകളിൽ പരിക്കേൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാം? നമുക്ക് ഓരോ സാധ്യതകളും നോക്കാം. ഒന്നാമത്തേത്, കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞ് വീഴുമ്പോൾ. ഇത് ശരിയായതാണ്. രണ്ടാമത്തേത്, ഈറ്റിയുടെയും തെരുവ് പുല്ലിൻ്റെയും അരിമ്പ് കൊണ്ട് മുറിയുമ്പോൾ. ഇതും ശരിയാണ്. ഇനി അടുത്തത്, മുള്ള് തറച്ച് കയറുമ്പോൾ. അതും ശരിയാണ്. ഡി ഓപ്ഷൻ, കാടിനെ ശ്വസിക്കുമ്പോൾ. അത് തെറ്റായതാണ്. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. എ, ബി, സി എന്നിവ ശരി. സി ക്വസ്റ്റ്യൻ, ശരീരം ചൊറിഞ്ഞു തടിക്കാൻ ഇടയാക്കുന്നതെന്ത്? ഓപ്ഷൻ സി ആയിട്ടുള്ള രോമമുള്ള ഇലകൾ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡി ക്വസ്റ്റ്യൻ, ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ പ്രധാനമായും സംഭവിക്കാവുന്നത് എന്ത്? ഓപ്ഷൻ ബി, മുഖത്ത് കമ്പടിക്കും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഇ, കാട്ടുപൊന്തയിൽ കയറുമ്പോൾ എപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി, കാടിനെ ശ്വസിക്കുമ്പോൾ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിൽ 3 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു കാര്യവും ഒരു കാരണവും കൊടുത്തിട്ടുണ്ട്. കാര്യം, പൂന്തോപ്പിലെ രാക്ഷസനെ കുറിച്ച് ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. കാരണം, പൂക്കൾ അവനിഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാര്യം ശരി, കാരണവും ശരി എന്നുള്ളതാണ്. 2ൽ സി നോക്കാം. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവന 1, ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്കും തലമുറകളുടെ ഭാവിക്കും വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചു. പ്രസ്താവന 2, ഗ്രേറ്റ ട്യൂൻബർഗ് സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്കൂൾ സമരം ആരംഭിച്ചു. ഇതിൽ 1ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ്. പ്രസ്താവന 1 മാത്രം ശരി. ഇനി 3ാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. കഥാപാത്ര പരിചയവും വിശകലന കുറിപ്പും. ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. 4ാമത്തെ പ്രവർത്തനത്തിലും ഇതുപോലെ തന്നെ 2 ചോദ്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അഭിപ്രായക്കുറിപ്പും പഴഞ്ചൊല്ല് വിശകലനവും. ഇതിലും നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി 5ാമത്തെ പ്രവർത്തനവും 6ാമത്തെ പ്രവർത്തനവും നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ടവയായിരുന്നു. അതിൽ 5ാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പും 6ാമത്തേത് കത്തുമായിരുന്നു. നമ്മൾ വീഡിയോയിലൂടെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ഇതിനു ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളും ഭാവനയും ഉപയോഗിച്ച് എഴുതേണ്ടവയാണ്. ഓരോരുത്തരും എഴുതുന്ന രീതി വ്യത്യസ്തമായിരിക്കും. മറ്റു പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എന്നതിലുപരി നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് പേടിക്കാതെ, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു. അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.